പുറത്തേക്കൊന്ന് പോയാൽ അവിടെ സമരസമിതി പിളർന്നിരിക്കുകയാണ്. ഒരു വിഭാഗം, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഔദ്യോഗിക സമരസമിതിയിലെ വിഭാഗം സമരം അവസാനിപ്പിക്കാൻ പോകുന്നു. പക്ഷേ BJP അനുകൂല വിഭാഗം ഇതാ വീണ്ടും സമരം തുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രിമാരായ P. രാജീവും ഒപ്പം K. രാജനും അവിടെ എത്തിയിട്ടുണ്ട്. മുനമ്പത്ത് നാടകീയ രംഗങ്ങളാണ് നടക്കുന്നത്. വിമതർ സമരം തുടരുമെന്ന് തന്നെ അറിയിക്കുകയാണ്. സജോ ദേവസ്യാണ് ചേരുന്നത്. സജോ, പുതിയ വേദിയിൽ ഒരു ഭാഗത്ത് സമരം തുടങ്ങിയിരിക്കുന്നു. ഇതാ മറുഭാഗത്ത് മന്ത്രിമാർ ഉൾപ്പെടെ എത്തി സമരം അവസാനിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നു. വഞ്ചനയാണ് ഈ സമരം അവസാനിപ്പിക്കലെന്നാണ് ഒരു വിഭാഗം, അല്ലെങ്കിൽ BJP അനുകൂല വിഭാഗം പറയുന്നത്. എന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ, നിലപാടുകൾ? വിനീത, മുനമ്പം പള്ളി അങ്കണത്തിൽ കഴിഞ്ഞ 414 ദിവസമായി തുടർന്നു വന്നിരുന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ റിലേ നിരാഹാര സമരം ഔദ്യോഗിക വിഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇതിനിടെ സമരവേദിയിൽ നാടകീയ സംഭവങ്ങളുണ്ടായി. ഭൂസംരക്ഷണ സമിതി പിളർന്നു. ഒരു വിഭാഗം പള്ളി അങ്കണത്തിന് പുറത്ത് പുതിയ സമരപ്പന്തൽ തുറന്ന് അവിടെ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം ഔദ്യോഗിക വിഭാഗം പള്ളി വികാരിയും സമരസമിതിയുടെ ചെയർമാനും കൺവീനറും അടക്കം ഇവിടെയുള്ള ആളുകൾ, അതായത് ഔദ്യോഗിക വിഭാഗമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. മന്ത്രിമാരായ P. രാജീവും K. രാജനും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സമരഭടന്മാരുമായും സമരസമിതിയിലെ ആളുകളുമായും കൂടിയാലോചന സംസാരങ്ങളും മറ്റും നടത്തി. ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനമാണ്. ഇവിടെ നിരാഹാരത്തിൽ തുടരുന്നവർക്ക് നാരങ്ങാനീര് നൽകി മന്ത്രിമാർ സമരം ഔദ്യോഗികമായി അവസാനിപ്പിക്കും. ഔദ്യോഗിക പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. മന്ത്രിമാർ ഇവിടെയുള്ള ആളുകളെ, അതായത് ഈ സമരത്തിന്റെ ഭാഗമായിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അങ്ങനെ ഔദ്യോഗിക വിഭാഗം ഔദ്യോഗികമായി തന്നെ ഈ സമരം അവസാനിപ്പിക്കുകയാണ് എന്നതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ സമരമാണ് മുനമ്പം ഭൂസമരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നടന്നത്. ഒന്ന്, ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ റവന്യൂ വകുപ്പ് ഭൂമിയുടെ നികുതി സ്വീകരിച്ചു തുടങ്ങി. അതൊരു പ്രധാനപ്പെട്ട നിർണായക ഘട്ടം. മറ്റൊന്ന്, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണമാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന നിരീക്ഷണം. ഒപ്പം സംസ്ഥാന സർക്കാർ ആവശ്യമായ പിന്തുണ നിയമപരമായും അല്ലാതെയും നൽകും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ സർക്കാരിന്റെ ഉറപ്പിൽ വിശ്വസിക്കുന്നു എന്നാണ് സമരസമിതി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഇനി ആവശ്യമെങ്കിൽ സമരം പുനരാരംഭിക്കേണ്ട എന്തെങ്കിലും സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ സമരം പുനരാരംഭിക്കുന്നത് ആലോചിക്കാം എന്നതാണ് സമരസമിതി പറയുന്നത്. ഇനിയിപ്പോൾ ഒരു സമരത്തിന്റെ ആവശ്യമില്ല. അതേസമയം നിയമ പോരാട്ടത്തിന്റെ ആവശ്യമുണ്ട്. ആ നിയമ പോരാട്ടം കോടതികളിൽ നടത്തേണ്ടതാണ്, ട്രിബ്യൂണലിലും കോടതികളിലും നടത്തേണ്ടതാണ്. അത് തുടരും എന്താണ് പറയുന്നത്. അപ്പം സർക്കാരിന്റെ ഉറപ്പ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. ഇതുവരെയുള്ള സർക്കാർ നൽകിയ ഉറപ്പുകളിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് അവർ പറയുന്നൊരു കാര്യം. അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുകയാണ്. അത് താൽക്കാലികമായാണ്. മറ്റെന്തെങ്കിലും അനീതി നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ സമരം പുനരാരംഭിക്കും എന്നാണ് അവരുടെ ഒരു വാദം. അതേസമയം എതിർവിഭാഗം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്നത് വഞ്ചനയാണ്. കാരണം ഭൂമിയുടെ സമ്പൂർണ്ണ ക്രയവിക്രയ അവകാശം ലഭ്യമായിട്ടില്ല. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. വഖഫിന്റെ ആസ്തി രജിസ്റ്ററിൽ ഇപ്പോഴും ഭൂമിയുണ്ട്. അതുകൊണ്ട് ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കുകയും അവർ ഈ സമരവേദി ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയും പള്ളി അങ്കണത്തിന് പുറത്ത് അവർ ഒരു സമരപ്പന്തൽ ഒരുക്കി അവിടെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഇവിടെ നേരത്തെ ഔദ്യോഗിക വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ പറയുന്നത് അവർ BJP അനുകൂലികളായ ആളുകളാണ് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന നിലയ്ക്കുള്ള പ്രതികരണം വന്നു. പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് തന്നെയാണ് കാണുന്നത്. ഒരുമിച്ച് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് തങ്ങളുടെ നിലപാട് എന്നും അവർ പറയുന്നു. അങ്ങനെ ഇരുവരും പരസ്പരം തള്ളിപ്പറയുന്നില്ല. പക്ഷേ സമരം നിർത്തുന്നതിനെ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിലാണ് ഭിന്നതയുള്ളത്. ആ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സമരസമിതി 2ആയി പിളർന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ 2 മന്ത്രിമാർ തന്നെ ഇവിടെ എത്തി സമരം അവസാനിപ്പിച്ച് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകും എന്നൊരു വാഗ്ദാനം നൽകുക, അങ്ങനെ അവരെ കോൺഫറൻസിൽ എടുക്കുക എന്നൊരു ലക്ഷ്യമാണ്. ആ നിലയ്ക്ക് പോകുന്നു. അതോടുകൂടി ഈ 414 ദിവസങ്ങളിലും ഈ സമരം നടന്നത് മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ പള്ളി അങ്കണത്തിലാണ്. ഈ കോമ്പൗണ്ടിലാണ് ഈ സമരം വേദി ഉണ്ടായിരുന്നതും ഇവിടെയാണ് ഈ നിരാഹാര സമരം നടന്നതും. പിന്നീട് അങ്ങോട്ടേക്ക് വലിയ ചർച്ചകളുണ്ടായി. ഇവരുടെ ഭൂമിയുടെ അവകാശം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊപ്പം കഴിഞ്ഞ 4 വർഷത്തോളമായി അവരുടെ കരം സ്വീകരിക്കുന്നതിനുൾപ്പെടെ റവന്യൂ അവകാശങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി മുനമ്പത്തെ ജനത നേരിടുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിൽ സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാവുക എന്നത് വ്യവഹാരങ്ങളിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. അതായത് കോടതി വ്യവഹാരങ്ങളിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് സമ്പൂർണ്ണമായി. പക്ഷെ അതല്ലാതെ ചെയ്യാൻ കഴിയുന്നത്, ഉദാഹരണത്തിന് ഭൂമിയുടെ പോക്കുവരവ് സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് അടക്കം വെക്കാം എന്ന കാര്യമടക്കം നേരത്തെ പ്രതികരിച്ച് റവന്യൂ വകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. അതായത് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. പോക്കുവരവിന്റെ കാര്യത്തിലടക്കം ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുക, അങ്ങനെ സർക്കാരിന് നിയമപരമായ പരിധിക്കകത്തുനിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകാം എന്ന ഉറപ്പ് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ മുനമ്പം സമരസമിതിയുടെ രക്ഷാധികാരിയായ ഫാദർ ആന്റണി സേവ്യറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം മുനമ്പം പള്ളി വികാരി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാമെന്ന് കരുതുകയാണ്. അദ്ദേഹം ആണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക വിഭാഗം എന്നത് ആണ് ഇപ്പോൾ ഇവിടെ സമരം അവസാനിപ്പിക്കുന്നതൊപ്പം അവരോടൊപ്പം സഹകരിക്കുന്ന ആളുകളെല്ലാം ഈ വേദിയിലും പുറത്തുമായി ഉണ്ട് എന്നാണ്. നമുക്ക് മുനമ്പം പള്ളി വികാരിയുടെ പ്രസംഗത്തിലേക്ക് പോകാം.
നിയമമന്ത്രി രാജീവ് സാർ, ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ രാജൻ സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം മാണി കോൺഗ്രസിൻ്റെ MLA ആയ ജോ മൈക്കിൾ, അതോടൊപ്പം മറ്റ് വിശിഷ്ടാതിഥികൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഇത്രയും ദിവസത്തെ ഈ യാത്രയിൽ ഒരു ബ്രേക്കിൻ്റെ ആവശ്യമാണ്. കാരണം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിയമവഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പല പ്രാവശ്യവും ബഹുമാനപ്പെട്ട രാജീവ് സാറിനെ കളമശ്ശേരിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും ചെന്ന് കണ്ടപ്പോഴൊക്കെ എപ്പോഴും നമുക്ക് പ്രതീക്ഷകളും പ്രത്യാശകളും നൽകിയിരുന്നു. ഗവൺമെൻറ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചപ്പോഴും അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കും അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ്. ശരി, മുൻപത്തെ ചൊല്ലി ഇപ്പോൾ സമരസമിതി രണ്ടായി പിളർന്നിരിക്കുകയാണ്. നമുക്ക് കാണാം, ഔദ്യോഗിക പക്ഷം സമരം അവസാനിപ്പിക്കുന്നു. പക്ഷേ മറുഭാഗത്ത് BJP അനുകൂല വിഭാഗം സമരപ്പന്തൽ കെട്ടി, മറ്റൊരു സമരപ്പന്തൽ കെട്ടി സമരവുമായി മുന്നോട്ട് പോവുകയാണ്.